കണ്ണൂർ ഇടത് പക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് വലിയ സ്വാധീനമുള്ള, രാഷ്ട്രീയമായി വേരോട്ടമുള്ള മണ്ഡലമാണ് കണ്ണൂർ. അവിടെ സിറ്റിംഗ് MP KPCC-യുടെ പ്രസിഡന്റ് K. സുധാകരനാണ്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. CPIM-ൽ നിന്ന്, ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIM-ൽ നിന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനാണ് മത്സരിക്കുന്നത്. NDAയ്ക്ക് വേണ്ടി BJP-യുടെ C. രഘുനാഥനാണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ ചേരിമാറി BJP-യിലെത്തിയ ആളാണ് രഘുനാഥൻ. നമ്മൾ കണ്ണൂർ ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം, KK ശൈലജ വിജയിച്ച മട്ടന്നൂർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിജയിച്ച തളിപ്പറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പിന്നെയുള്ളവയിൽ അഴീക്കോടും കണ്ണൂരും, ഇത് രണ്ടും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണി വിജയിച്ച മണ്ഡലങ്ങൾ തന്നെയാണ്. ഇരിക്കൂരും പേരാവൂരുമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് സ്വന്തമായിട്ടുള്ളത്. ധർമ്മടത്ത് പിണറായി വിജയന് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50,123 വോട്ടാണ്. KK ശൈലജയ്ക്ക് മട്ടന്നൂരിൽ കിട്ടിയത് 60,963 വോട്ട്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് 22,689. ഇങ്ങനെയാണ് ഈ 3 മണ്ഡലങ്ങളിൽ കിട്ടിയ ഭൂരിപക്ഷം. ഇരിക്കൂരും പേരാവൂരും UDF ജയിച്ചപ്പോൾ ആ 2 മണ്ഡലങ്ങളിലുമായി ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. ഈ കണക്ക് നോക്കിയാൽ ഈ മണ്ഡലങ്ങളിൽ, അതായത് ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ്, ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കിട്ടിയാൽ മതി CPM-ന് കണ്ണൂർ മണ്ഡലം വിജയിക്കാൻ. ഈ കണക്കിൻ്റെ ബലം ഇടതുമുന്നണിക്ക് CPIM-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. നമുക്കിപ്പോഴുള്ളത് മുതിർന്ന ജേർണലിസ്റ്റ് R. സുഭാഷാണ്. സുഭാഷ് എങ്ങനെയാണ് തോന്നുന്നത് ഈ കണക്ക്, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 3 നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് 1,00,000-ലധികം വോട്ട് LDF-ന് കൂടുതലുണ്ട്. അപ്പോൾ ഈ കണക്ക് LDF-ന് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണോ? രാജീവ്, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 2021 തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ LDF വിജയിക്കുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 94,500 വോട്ടുകളാണ് കഴിഞ്ഞ 2019 K. സുധാകരന് ലീഡായി ലഭിച്ചത്. എന്നാൽ ഈ 2021 തെരഞ്ഞെടുപ്പിൽ UDF-ന് ഏതാണ്ട് 1,20,000-ൽ പരം വോട്ടുകൾ കുറഞ്ഞു, LDF-ന് 1,10,000-ൽ പരം വോട്ടുകൾ കൂടുകയും ചെയ്തു. അത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. പക്ഷേ ആ കണക്കുകളല്ല പലപ്പോഴും കാര്യങ്ങൾ നിശ്ചയിക്കുക. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ആ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ, അത് കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് ദൃശ്യമാവുന്ന ഒരു കാര്യമാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പലപ്പോഴും 2 സഭകളിലേക്കും വോട്ടെടുപ്പ് നടന്ന കാലങ്ങളിൽ പോലും, ആ ഒരേ സമയത്ത് വോട്ടെടുപ്പ് നടന്ന സമയത്ത് പോലും നമുക്കത് ദൃശ്യമാവുകയും ചെയ്തിരുന്നു. ഈ കണ്ണൂർ മണ്ഡലം ഈ തരത്തിൽ വന്ന, അതായത് 1952 AKG മത്സരിച്ച് പോയതിന് ശേഷം അത് തലശ്ശേരി ആയി മാറി, വീണ്ടും വന്നത് 77-ലാണ്. ഈ 77-ൽ വന്നതിന് ശേഷം 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 8 സമയത്തും 12 ലോക്സഭാ 77-ന് ശേഷം 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 8 സമയത്തും വിജയിച്ചത് UDF ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ LDF-ൻ്റെ ഒരു കോട്ട, അല്ലെങ്കിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രം, CPM-ൻ്റെ ആസ്ഥാനം എന്നൊക്കെ പറയാമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരമൊരു ന്യായങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റൈറ്റ്. ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഇന്നത്തെ മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം, അതായത് ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയുമായിട്ട് പരസ്പരം മത്സരിക്കുന്ന രീതി തുടങ്ങിയതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 8 തവണ ഇവിടെ കോൺഗ്രസ്സാണ്, UDF-ആണ് വിജയിച്ചത്. 1984 മുതൽ 98 വരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 99-ലും 2004-ലും AP അബ്ദുള്ളക്കുട്ടിയിലൂടെ CPIM, 2009-ൽ K. സുധാകരൻ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു കോൺഗ്രസിന് വേണ്ടി. 2014-ൽ PK ശ്രീമതിയോട് മത്സരിച്ച് K. സുധാകരൻ പരാജയപ്പെടുന്നു. വീണ്ടും 2019-ൽ സുധാകരൻ തന്നെ ജയിക്കുന്നു. സുധാകരൻ 2019 ജയിക്കുമ്പോൾ ഏതാണ്ട് 1,00,000-നടുത്തുള്ള ലീഡുണ്ടായിരുന്നു. ഈ സുധാകരൻ എന്ന് പറയുന്നത്, സുഭാഷ്, ഈ K. സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കണ്ണൂരിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് K. സുധാകരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. സംഘടനാ ശേഷി, നേതൃപാടവം, CPM-ൻ്റെ കരുത്തിനോട് അടിച്ചു നിൽക്കാനുള്ള ശേഷി, ഇങ്ങനെ പല നിലയ്ക്ക് K. സുധാകരൻ
കണ്ണൂരിൽ ഒരു കോൺഗ്രസിൻ്റെ ബ്രാൻഡാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പേര് കെ സുധാകരൻ എന്ന കണ്ണൂരിലായിട്ട് കുറേയായി. അത്ര ഒരു കരുത്ത് ഈ 2024 എത്തുമ്പോൾ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആയിരിക്കെ തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്, അത്ര ഒരു കരുത്ത് കണ്ണൂർ ഇപ്പോൾ കെ സുധാകരനുണ്ടെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ മത്സരിച്ചിരുന്ന സുധാകരനിൽ നിന്ന് വ്യത്യസ്തനാണ് ഇപ്പോഴത്തെ സുധാകരൻ, പല കാരണങ്ങൾ കൊണ്ട്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു തുടങ്ങിയ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഒരു വല്ലാത്ത തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കെ സുധാകരനാണ് ഇപ്പോഴും കണ്ണൂരിൽ അണികൾക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള നേതാവ് കെ സുധാകരൻ തന്നെയാണ്. സുധാകരൻ ഇപ്രാവശ്യം മത്സരിച്ചിട്ടില്ലെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെടുമെന്ന് പൊതുവികാരം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർക്കിപ്പോഴും വലിയ ആവേശമുള്ള നേതാവ് തന്നെയാണ് സുധാകരൻ. പക്ഷേ സുധാകരൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ ജീവിച്ച് ജനിച്ച് കണ്ണൂരിൽ ജീവിച്ച് കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൽ നിന്നും മാറി അദ്ദേഹം ഇപ്പോൾ KPCCയുടെ പ്രസിഡൻ്റാണ്. KPCCയുടെ പ്രസിഡൻ്റായ കെ സുധാകരൻ നല്ലൊരു KPCC പ്രസിഡൻ്റാണ് എന്ന ഒരു പേരുണ്ടാക്കിയോ എന്ന കാര്യത്തിൽ സംശയമാണ്. അദ്ദേഹം കണ്ണൂരിലെ രാഷ്ട്രീയ രീതികളാണ്, രാഷ്ട്രീയ മര്യാദകളാണ് കേരളമൊട്ടാകെ അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അത് കണ്ണൂരിലെ മാത്രം പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും CPM-ഉമായിട്ടുള്ള നേർക്കുനേർ ഫൈറ്റ്, അത് നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായ സംഘടനകളിലൂടെ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ അവസാന ഘട്ടത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറ്റാനോ അദ്ദേഹത്തിൻ്റെ സംസാര രീതി മാറ്റാനോ ഒന്നും കഴിയില്ല. പക്ഷേ മുൻ KPCC പ്രസിഡന്റുമാരെ പോലെ തിളങ്ങാനായില്ല എന്ന ഒരു വസ്തുതയുണ്ട്. പിന്നൊന്നുള്ളത്, അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹത്തിന് അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി ചികിത്സ നടത്തി തിരിച്ചു വന്ന് തമ്മിൽ ഭേദപ്പെട്ടു എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കാനാവാത്ത ഒരു സ്ഥിതി ഇപ്പോഴുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളും അത്ര സേഫ് അല്ല. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു കാലത്ത് സുധാകരൻ്റെ റൈറ്റ് ഹാൻഡായി നിന്നിരുന്ന ഒരാളാണ്. ആ പാളയത്തിൽ നിന്ന് പോയി അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. PK രാഗേഷ് എന്ന ഒരു പ്രാദേശിക നേതാവ് വളരെ കാലമായി അവിടെ റിവോൾട്ട് ചെയ്തിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ കൂടെ നിർത്തിയും എതിർത്തും കൂടെ നിർത്തിയും ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. അതിൽ 6 മാസം മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കി. ഈ തരത്തിൽ കണ്ണൂരിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിതിരിവുകൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതേപോലെ തന്നെ വളരെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ മലയോര മേഖലയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും, പ്രത്യേകിച്ച് മണിപ്പൂർ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം ഉള്ള അതൃപ്തിയുമുണ്ട്. ഇതിങ്ങനെ നിരവധി കാരണങ്ങളാൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതാപം സുധാകരൻ ഇപ്പോൾ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.